Hi friends, welcome to another new video. Today's video is on Ode. Ode is a long lyric poem that is serious in subject and treatment and elevated style and elaborate in its stanzaic structure. Ode എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫോമാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ്സ് എ ലോങ് ലിറിക് പോം റിലേറ്റഡ് ടു when we compare this poem to other poems we can see that it's long. ലെങ്ത് എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂടുതലുള്ള നീളമുള്ള ദൈർഘ്യമുള്ള പോയമാണ് ഓഡ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് സീരിയസ് ഇൻ സബ്ജക്റ്റ്. സബ്ജക്റ്റ് ഓഫ് ദിസ് പോം ഇസ് സീരിയസ്. ഓഡിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും സീരിയസ് ആയിരിക്കും. അതേപോലെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്ന അതിൽ പറയുന്ന കാര്യങ്ങളും ഒക്കെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എലവേറ്റഡ് സ്റ്റൈൽ, എലവേറ്റഡ് ഉയർന്ന രീതിയിലുള്ള നോബിൾ ആ രീതിയിലുള്ള ഒരു സ്റ്റൈലാണ് ഉപയോഗിക്കുക. ആൻഡ് ഇലാബറേറ്റ് in its stanzaic structure. Elaborate explain ചെയ്യുന്ന രീതിയിലായിരിക്കും stanzaic structure ഉണ്ടായിരിക്കുക. Then Norman Maclean said that the term now calls to mind a lyric which is massive, public in its proclamation and pindaric in its classical prototype. അതായത് ഒരു കൂട്ടമായിട്ടുള്ളൊരു കാര്യത്തെ പറ്റിയിട്ട് അത് പബ്ലിക്കിന് വിളംബരം ചെയ്യുന്ന രീതിയിൽ പബ്ലിക്കിനോട് പറയുന്ന രീതിയിൽ പറയുന്ന ഒരു കാര്യം പിൻഡാരിക് സ്റ്റൈലിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാര്യത്തെയാണ് ഓഡെന്ന് വിളിക്കാൻ സാധിക്കുക എന്നാണ് നോർമൻ മാക്ലിയൻ അഭിപ്രായപ്പെടുന്നത്. ദ പ്രോട്ടോടൈപ്പ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗ്രീക്ക് പോയറ്റ് പിൻഡർ. ഈ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് കൊണ്ടുവന്നിരിക്കുന്നത് ഗ്രീക്ക് പോയറ്റ് ആയിട്ടുള്ള പിൻഡറാണ്. ഹിസ് ഓഡ്സ് വർ മോഡൽഡ് ഓൺ ദ സോങ്സ് ബൈ ദ കോറസ് ഇൻ ഗ്രീക്ക് ഡ്രാമ. ഗ്രീക്ക് ഡ്രാമയിലെ കോറസ് പാട്ട് പാടുന്നതിനെ മോഡൽ ചെയ്തിട്ടാണ് ഈ പിൻഡർ ഈ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഈ മോഡൽ ഓഫ് റൈറ്റിംഗ് കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്രീക്ക് ഡ്രാമയിൽ നമുക്ക് കാണാൻ സാധിക്കും ഡ്രാമ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എങ്കിൽ അത് പറയുന്നത് കോറസാണ്. കോറസ് പാട്ട് രൂപത്തിൽ വന്നിട്ട് അതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതായത് കഥാകൃത്തിന് അല്ലെങ്കിൽ ഓഥറിന് പറയാൻ ഉദ്ദേശിക്കുന്ന ഡ്രമാറ്റിസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കോറസിലൂടെയാണ് ജനങ്ങളിലേക്ക് സ്പെക്ടേറ്ററിലേക്ക് അവതരിപ്പിക്കുന്നത്. ഈ ഒരു മോഡലിനെ കേന്ദ്രീകരിച്ചാണ് അല്ലെങ്കിൽ ഈ ഒരു മോഡലിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ഗ്രീക്ക് പോയറ്റായിട്ടുള്ള പിൻഡർ ഓഡ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓഡ് എന്ന ടൈപ്പ് ഓഫ് റൈറ്റിംഗ് കൊണ്ടുവന്നത്. ദെൻ പിൻഡേഴ്സിൻ്റെ ഓഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻ പിൻഡേഴ്സ് ഓഡ് ഇറ്റ്സ് കോംപ്ലെക്സ് സ്റ്റാൻസ ഫോം ദാറ്റ് ഹി യൂസ്ഡ്. കോംപ്ലെക്സ് ആയിട്ടുള്ള സ്റ്റാൻസ ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റാൻസ 3 സ്റ്റാൻസയാണ് മെയിനായിട്ട് പിൻഡേഴ്സിൻ്റെ ഓഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കോംപ്ലെക്സ് സ്റ്റാൻസാസ് വേ പാറ്റേൺഡ് ഇൻ സെറ്റ്സ് ഓഫ് 3. അതായത് ആദ്യത്തെ സ്റ്റാൻസ സ്ട്രോഫി, സെക്കൻഡ് ആൻറ്റിസ്ട്രോഫി ആൻഡ് തേർഡ് ഈപ്പോഡ്. ഈ രീതിയിലാണ് പിൻഡേഴ്സിൻ്റെ സ്റ്റാൻസ ഫോം വന്നിരിക്കുന്നത്. അത് ഇനി വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് വരിക. ഇത് കോറസിനെ ഇമിറ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കോറസിൻ്റെ ഗ്രീക്ക് ഡ്രാമയിലുള്ള കോറസിനെ മോഡൽ ചെയ്തിട്ടാണ് ഈ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് 3 സെറ്റ്സ് ഓഫ് സ്റ്റാൻസാസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ സ്ട്രോഫി, സെക്കൻഡ് വൺ ആൻറ്റിസ്ട്രോഫി ആൻഡ് തേർഡ് വൺ ഈപ്പോഡാണ്. അപ്പോൾ സ്ട്രോഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോറസ് മൂവിങ് ഇൻ എ ഡാൻസ് റിതം ടു ദ ലെഫ്റ്റ്. അതായത് സ്റ്റേജിൽ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതാണ് സ്ട്രോഫി എന്ന് പറയുന്നത്. ആൻഡ് ആൻറ്റിസ്ട്രോഫി മൂവിങ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു ദ റൈറ്റ്. അതായത് സ്ട്രോഫി എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതാണ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, സ്റ്റേജിൻ്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതാണ് സ്ട്രോഫി. ആൻറ്റിസ്ട്രോഫി എന്ന് പറയുന്നത് മൂവിങ് ടു ദ റൈറ്റ്, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ആൻറ്റിസ്ട്രോഫി. ഈപ്പോഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് സ്റ്റിൽ. അപ്പോൾ ഇത് ഡ്രാമേനെ ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്രീക്ക് ഡ്രാമയിൽ കോറസ് ആദ്യം എവിടെ നിന്ന് വലതുവശത്ത് നിന്നും ഇടതുവശത്തേക്കും പിന്നെ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്കും മൂവ് ചെയ്യുന്നതായിട്ടും പിന്നീട് സ്റ്റാൻഡിങ് സ്റ്റില്ലുമായിട്ടാണ്. അപ്പോൾ 3 സ്റ്റാൻസാസ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ്. സ്ട്രോഫി, ആൻറ്റിസ്ട്രോഫി ആൻഡ് ഈപ്പോഡ്. കോറസ് മൂവിങ് ഇൻ എ ഡാൻസ് റിതം ടു ദ ലെഫ്റ്റ് ആണ് സ്ട്രോഫി, മൂവിങ് ടു ദ റൈറ്റ് ആൻറ്റിസ്ട്രോഫി ആൻഡ് ഈപ്പോഡ് സ്റ്റാൻഡിങ് സ്റ്റിൽ. ദ റെഗുലർ ഓർ പിൻഡാരിക് ഓഡ് ഇൻ ഇംഗ്ലീഷ്. അതായത് ഇംഗ്ലീഷിൽ ഈ റെഗുലർ ഓഡ് എന്നാണ് പിൻഡാരിക് ഓഡിൻ്റെ മറ്റൊരു പേര്. അപ്പോൾ അതിന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ വന്നിരിക്കുന്നത്, ആരാണ് ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇറ്റ്സ് എ ക്ലോസ് ഇമിറ്റേഷൻ ഓഫ് പിൻഡാസ് ഫോം. ഈ പിൻഡറിൻ്റെ വേ ഓഫ് റൈറ്റിങ്ങിന് ക്ലോസ് ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ്
ഈ ഒരു ഓഡ് ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ പിൻഡാരിക് ഓഡ് എന്ന് കൂടി വിളിക്കുന്നത്. വിത്ത് ഓൾ ദി സ്ട്രോഫീസ് ആൻഡ് ആൻറ്റിസ്ട്രോഫി റിട്ടൺ ഇൻ വൺ സ്റ്റാൻസ പാറ്റേൺ ആൻഡ് ഓൾ ദി ഇപ്പോഡ് ഇൻ അനദർ. നമ്മൾ നേരത്തെ പിൻഡേഴ്സിൻ്റെ ഓഡിൽ കണ്ടത് കോംപ്ലക്സ് സ്റ്റാൻസ ഫോം ആണ്. അതേപോലെ തന്നെ സ്ട്രോഫി ആൻറ്റിസ്ട്രോഫിയും വേറെ വേറെ സ്റ്റാൻസസ് ആയിട്ടാണ് എഴുതിയിരുന്നത് എന്ന് കണ്ടിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ സ്ട്രോഫിയും ആൻറ്റിസ്ട്രോഫിയും ഒന്നിച്ച് ഒരു സ്റ്റാൻസയായിട്ടാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ ഈപ്പോഡ് വേറൊരു സ്റ്റാൻസയായിട്ടാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ദിസ് ഫോം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ഇംഗ്ലണ്ട് ബൈ ബെൻ ജോൺസൺ. അപ്പോൾ പിൻഡാരിക് ഓഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നത് ബെൻ ജോൺസൺ ആണ്. ഹിസ് ഓഡ് ടു ദ ഇമോർട്ടൽ മെമ്മറി ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ഓഫ് ദാറ്റ് നോബൽ പെയർ സർ ലൂഷ്യസ് കാരി ആൻഡ് സർ എച്ച് മോറിസൺ. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1629. അപ്പോൾ ഈ ഒരു ഓഡ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നത് ബെൻ ജോൺസൺ ആണ്. അതിനുശേഷം ഈ ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഫോളോ ചെയ്തത് തോമസ് ഗ്രേ ആണ്. ദ പ്രോഗ്രസ് ഓഫ് പോയസി 1757. ഈ ഓഡും റെഗുലർ അല്ലെങ്കിൽ പിൻഡാരിക് മോഡലിൽ വന്നിരിക്കുന്ന ഒരു ഓഡാണ്. ഇനി ഇറഗുലർ ഓഡ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1656 ബൈ എബ്രഹാം കൗലി. 1656 ഇറഗുലർ ഓഡ് കൊണ്ടുവന്നിരിക്കുന്നത്. ഹി ഇമിറ്റേറ്റഡ് പിൻഡാരിക് സ്റ്റൈൽ ആൻഡ് പാറ്റേൺ, ഡിസ്റിഗാർഡഡ് ദ സ്റ്റാൻസൈക് പാറ്റേൺ ഇൻ ഈച്ച് സ്ട്രോഫിക് സ്ട്രൈൻ. അതായത് പിൻഡാരിക് പാറ്റേൺ തന്നെയാണ് ഇറഗുലർ ഓഡിലും ഫോളോ ചെയ്തിരിക്കുന്നത്. ഇവിടെ വ്യത്യാസമായി വന്നിരിക്കുന്നത് സ്റ്റാൻസൈക് പാറ്റേൺ ആണ്. സ്ട്രോഫി, ആൻറ്റിസ്ട്രോഫി, ഈപ്പോഡ് എന്ന് പറയുന്ന ആ ഒരു 3 forms ഓഫ് സ്റ്റാൻസൈക് പാറ്റേൺ, ആ ഒരു പാറ്റേണിനെ അദ്ദേഹം ഡിസ്റിഗാർഡ് ചെയ്യുകയാണ്. അദ്ദേഹം അതിനെ ഫോളോ ചെയ്യുന്നില്ല. ഹി അലൗഡ് ഈച്ച് സ്റ്റാൻസ ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഓൺ പാറ്റേൺ ഓഫ് വാരിയിങ് ലൈൻ ലെങ്ത്സ്, നമ്പർ ഓഫ് ലൈൻസ് ആൻഡ് റൈം സ്കീം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പാറ്റേൺ, സ്റ്റാൻസൈക് പാറ്റേൺ പിൻഡാറിൻ്റെ മോഡൽ ഫോളോ ചെയ്യുന്നില്ല, മറിച്ച് ലൈൻ ലെങ്ത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ റൈറ്ററിന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫ്രീഡം അവിടെ പ്രൊവൈഡ് ചെയ്യുകയാണ്. അതേപോലെ ലൈൻ ലെങ്ത്ത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. നമ്പർ ഓഫ് ലൈൻസിന് അവിടെ ലിമിറ്റേഷൻസ് വെച്ചിട്ടില്ല. റൈം സ്കീമും ഇഷ്ടമുള്ളതുപോലെ റൈറ്ററിന് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാമെന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഇറഗുലർ ഓഡ് എന്ന് വിളിക്കുന്നത്. ഇറഗുലർ സ്റ്റാൻസൈക് സ്ട്രക്ചർ ഇസ് ഫ്രീ ടു ഓൾട്ടർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഷിഫ്റ്റ്സ് ഇൻ സബ്ജക്റ്റ് ആൻഡ് മൂഡ്. അതായത് ഓഡ് എന്ന് പറയുന്നത് ലോങ് നറേറ്റീവ് ആയതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടാകും. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നതാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ ചേഞ്ച് വരുന്ന അനുസരിച്ച് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റാൻസൈക് സ്ട്രക്ചറിലും ചേഞ്ചസ് വരുത്താം എന്നാണ് ഇറഗുലർ ഓഡിലൂടെ എബ്രഹാം കോഹ്ലി പറയുന്നത്. ദിസ് ഹാസ് ബീൻ ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇംഗ്ലീഷ് ഓഡ്. നമ്മളിപ്പോൾ കാണുന്ന കോമൺലി യൂസ് ചെയ്തിട്ടുള്ള റൈറ്റേഴ്സ് കോമൺ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഓഡ്സിന് ഒരു എക്സാമ്പിളാണ് ഇറഗുലർ ഓഡിന് എക്സാമ്പിളാണ് വേർഡ്സ്വർത്തിൻ്റെ ഓഡ് ഇൻറ്റിമേഷൻ ഓഫ് ഇമോർട്ടാലിറ്റി. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1807. അപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാ റൈറ്റേഴ്സും ഫോളോ ചെയ്തിട്ടുള്ള ഓഡ് എന്ന് പറയുന്നത് ഇറഗുലർ ഓഡാണ്. വേർഡ്സ്വർത്തും എഴുതിയിരിക്കുന്നത് ഇറഗുലർ ഓഡ് ആണ്. Then Pindar's odes were encomiastic. Encomiastic എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they were written to praise and glorify someone. ആരെങ്കിലും പ്രകീർത്തിച്ചുകൊണ്ട് ആരെങ്കിലും ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിൻഡർ ഓഡ് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ പിൻഡാറിക് ടൈപ്പ് ഓഫ് ഓഡ്സ് എഴുതുന്നത്. അതിന് ഉപയോഗിക്കുന്ന ടേമാണ് എൻകോമിയാസ്റ്റിക് എന്നുള്ളത്. അതിനൊരു എക്സാമ്പിളായിട്ട് വരുന്നത് നമ്മൾ ഒളിമ്പിക് ഗെയിമിലൊക്കെ വിൻ ചെയ്തിട്ടുള്ള വിക്ടോറിയസ് ആയിട്ടുള്ള അത്ലറ്റിനെയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് നമ്മൾ എഴുതുന്നത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ എൻകോമിയാസ്റ്റിക് ഓർ പിൻഡാരിക് ഓഡ്. മോസ്റ്റ് ഓഫ് ദ ഇംഗ്ലീഷ് ഓഡ്സ് were written to praise something. It's not someone, something. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇംഗ്ലീഷ് ഓഡ്സ് മിക്കവാറും എന്തെങ്കിലിനെയും പ്രകീർത്തിച്ചുകൊണ്ട് പ്രൈസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. അത് വ്യക്തികളെ ആവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളെ ആവാം. നമുക്ക് നോക്കാം ഏതൊക്കെ കാര്യങ്ങളെയാണ് ഇവിടെ പ്രകീർത്തിക്കുന്നത് എന്ന്. ഫസ്റ്റ് വൺ പേഴ്സണെയാണ് പ്രകീർത്തിക്കുന്നത്. ജോൺ ഡ്രൈഡൻസ് അനീക്കിലിഗ്രോ ഇസ് ജോൺ ഡ്രൈഡൻ്റെ ഈ ഓഡ് എന്ന് പറയുന്നത് പേഴ്സണെ പ്രൈസ് ചെയ്തിട്ടുള്ള ഒരു ഓഡാണ്. നെക്സ്റ്റ് വൺ ദ ആർട്ട് ഓഫ് മ്യൂസിക് ഓർ പോയട്രി. മ്യൂസിക് അല്ലെങ്കിൽ പോയട്രീനെ പ്രൈസ് ചെയ്യുന്നതാണ് ഡ്രൈഡൻ്റെ തന്നെ അലക്സാണ്ടേഴ്സ് ഫീസ്. ദെൻ എ ടൈം ഓഫ് ഡേ, അതായത് ഒരു ദിവസത്തിലെ ഒരു ചെറിയ സമയം അതിനെ പ്രകീർത്തിക്കുന്നതാണ് കോളിൻസിൻ്റെ ഓഡ് ടു ഈവനിങ്. അപ്പോൾ നമുക്ക് ആ ഈവനിങ് എന്നതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇറ്റ്സ് അബൌട്ട് ഈവനിങ്. അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ് ഗ്രേഡ് ഹിം ടു അഡ്വേഴ്സിറ്റി. വേർഡ്സ്വർത്തിൻ്റെ ഓഡ് ടു ഡ്യൂട്ടി. അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നോട്ട് ഏബിൾ ടു എക്സ്പ്ലെയിൻ വിത്ത് അവർ സെൻസ് ഓർഗൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിനെ പ്രകീർത്തിക്കുന്നതാണ്
him to adversity and ode to duty. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് not only praising a person or not only praising human beings, but we can see that there are poems or odes written praising something else. അതായത് ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ വ്യക്തികളെ പ്രകീർത്തിക്കുക, ഹീറോ ആ രീതിയിലുള്ള പ്രകീർത്തിക്കുന്നതിന് അപ്പുറമായിട്ട് മ്യൂസിക്കിനെ, പോയട്രീനെ, അതേപോലെ തന്നെ ഡേയിനെ, ടൈം, അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സിനെയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ടും ഓഡ് എഴുതിയിട്ടുണ്ട്. ഇനി റൊമാൻറ്റിക് പോയറ്റ്സ് perfected the personal ode of description and passionate meditation, which is stimulated by an outer scene and turns on the attempt to solve either a personal emotional problem or a general human one. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് റൊമാൻറ്റിക് പോയറ്റ്സിൻ്റെ കേസിൽ റൊമാൻറ്റിക് പോയറ്റ്സ് ഈ ഒരു ടൈപ്പ് ഓഫ് റൈറ്റിങ്ങിനെ, ഓഡിനെ കുറച്ചും കൂടി പെർഫെക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പേഴ്സണൽ ഓഡിൻ്റെ നമ്മളിപ്പോൾ കാണാൻ ഓഡിനെ പറ്റി പറയുമ്പോൾ പോയറ്റ്സ് അവരുടെ പേഴ്സണൽ വ്യൂ പോയിന്റിൽ അവരെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളെ പ്രൈസ് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഓഡ് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ ആയിരിക്കും. അതേപോലെ തന്നെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു മെഡിറ്റേഷൻ, അവരുടെ തന്നെ മെഡിറ്റേഷൻ ഉണ്ടായിരിക്കും. ഇതിനപ്പുറമായിട്ട് അതിനെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് റൊമാൻറ്റിക് പോയറ്റ്സ് ഔട്ടർ സീൻസും കൂടി ആഡ് ചെയ്യുകയാണ്. ഔട്ടർ സീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേച്ചറിനെയും കൂടി ആഡ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ടേൺസ് ഓൺ ദ അറ്റംപ്റ്റ് ടു സോൾവ് എയ്തർ എ പേഴ്സണൽ ഇമോഷണൽ പ്രോബ്ലം ഓർ എ ജനറൽ ഹ്യൂമൻ വൺ. പേഴ്സണൽ ഇമോഷണൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ളൊരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ കൂടിയിട്ട് റൊമാൻറ്റിക് പോയറ്റ്സ് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം റൊമാൻറ്റിക് പോയറ്റ്സ് ഓഡ് എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയുടെ ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ ഡിസ്ക്രൈബ് ചെയ്യുകയോ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഓഡ് എഴുതിയിട്ടുണ്ടാവുക. അതിനപ്പുറമായിട്ട് നേച്ചറിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതേപോലെ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തെ, പേഴ്സണൽ ഇമോഷണൽ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ജനറൽ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്ന രീതിയിൽ കൂടിയാണ് റൊമാൻറ്റിക് പോയറ്റ്സ് കൃതികൾ രചിച്ചിട്ടുള്ളത്. അതിന് എക്സാമ്പിളായിട്ട് വരുന്നത് വേർഡ്സ്വർത്തിൻ്റെ ഇൻറ്റിമേഷൻസ് ഓഡാണ്, ഇൻറ്റിമേഷൻ ഓൺ ഇമോർട്ടാലിറ്റി. ദെൻ കോൾറിച്ച് ഡിജക്ഷൻ ആൻഡ് ഓഡ്, ഷെല്ലീസ് ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ്, then Alan Tatter's Ode to the Confederate Dead, Wallace Stevens The Idea of Order at Key West. ഇപ്പോൾ വേർഡ്സ്വർത്തിൻ്റെ ഇൻറ്റിമേഷൻ ഓൺ ഇമോർട്ടാലിറ്റി എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹിസ് സ്പീക്കിംഗ് അബൌട്ട് ഡെത്ത് ആൻഡ് ഓൾസോ ഹിസ് സ്പീക്കിംഗ് അബൌട്ട് ബർത്തിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് നമ്മളുടെ ലൈഫിൽ മെമ്മറി, ഹെവൻലി ആയിട്ടുള്ള ഒരു മെമ്മറി ഉണ്ടാവുന്നത്, അതെങ്ങനെ പോകുന്നു, നമ്മളുടെ ലൈഫിൽ എങ്ങനെ എക്സ്പീരിയൻസ് വരുന്നു, ഇങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. ഇപ്പോൾ ഷെല്ലിയുടെ ഓഡ് ടു വെസ്റ്റ് വിൻഡ് ആണ് എങ്കിലും എബൌട്ട് റെസറക്ഷൻ, ഡെത്ത്, റെസറക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇങ്ങനെ വ്യക്തികളെ ബേസ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ജനറൽ പോയിന്റ് ഓഫ് വ്യൂവിലും ഹൗ ടു സോൾവ് ദ പ്രോബ്ലംസ്, ഹൗ റീബർത്ത് ഹാപ്പൻസ് എന്ന രീതിയിലും വരുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലും റൈറ്റേഴ്സ് തങ്ങളുടെ റൈറ്റിങ്സിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ റൊമാൻറ്റിക് റൈറ്റേഴ്സ് കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ടാണ് ഓഡ്സ് എഴുതിയിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ഹൊറേഷ്യൻ ഓഡാണ്. ഹൊറേഷ്യൻ ഓഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ്സ് മോഡൽഡ് ഓൺ ദ മാറ്റർ, ടോൺ ആൻഡ് ഫോം ഓഫ് ദ ഓൾസ് ഓഫ് ദ റോമൻ ഹൊറേസ്. അപ്പോൾ റോമൻ ഹൊറേസിൻ്റെ ടൈപ്പ് ഓഫ് റൈറ്റിങ്ങിനെ മോഡൽ ചെയ്തിട്ടാണ് ഹൊറേഷ്യൻ ഓഡ് വന്നിരിക്കുന്നത്. അതിൽ മാറ്ററിലാണെങ്കിലും ടോണിലാണെങ്കിലും ഫോം ഓഫ് റൈറ്റിങ്ങിലാണെങ്കിലും ഹൊറേഷ്യൻ ഓഡിൽ നമുക്ക് റോമൻ ഹൊറേസിനെയാണ് മോഡൽ ചെയ്തിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. ഇൻ കോൺട്രാസ്റ്റ് ടു ദ പാഷൻ, വിഷണറി, ബോൾഡ്നെസ് ആൻഡ് ഫോമൽ ലാംഗ്വേജ് ഓഫ് പിൻറ്റേഴ്സ് ഓഡ്, മെനി ഹൊറേഷ്യൻ ഓഡ്സ് ആർ കാം, മെഡിറ്റേറ്റീവ് ആൻഡ് കൊളോക്കിയൽ. അപ്പം ഹൊറേഷ്യൻ ഓഡിനെ നമുക്ക് പിൻറ്റേഴ്സ് ഓഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിൻറ്ററിൻ്റെ ഓഡ് കുറച്ചും കൂടി പാഷനേറ്റും വിഷണറി ബോൾഡ്നെസ്സും ഉള്ളതും അതേപോലെ ഫോമൽ ലാംഗ്വേജുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ടുള്ള ഹീറോസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. കുറച്ചും കൂടി ഒരു ബോൾഡ്നെസ്, നമ്മളത് വായിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു വിഷണറി ബോൾഡ്നെസ് കിട്ടുന്നതാണ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫോമലുമാണ് പിൻറ്ററിൻ്റെ ഓഡിൽ. എന്നാൽ ഹൊറേഷ്യൻ ഓഡ് കുറച്ചും കൂടി കാമാണ്, കാം, മെഡിറ്റേറ്റീവാണ്. അതേപോലെ തന്നെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡെയിലി യൂസ് ഓഫ് ലാംഗ്വേജ്, അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കൊളോക്കിയൽ ലാംഗ്വേജാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പിൻറ്ററിൻ്റെയും ഹൊറേഷ്യൻ ഓഡിൻ്റെയും തമ്മിലൊരു ഡിഫറൻസിൽ മെയിനായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് യൂഷ്വലി ഇറ്റ് ഈസ് ഹോമോസ്ട്രോഫിക്. ഹോമോസ്ട്രോഫിക് എന്ന് പറഞ്ഞാൽ റിട്ടൺ ഇൻ എ സിംഗിൾ റിപ്പീറ്റഡ് സ്റ്റാൻസ ഫോം, അതായത് സിംഗിൾ സ്റ്റാൻസ റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ സിംഗിൾ സ്റ്റാൻസ ഫോമിലാണ് ഹൊറേഷ്യൻ ഓഡ് എഴുതിയിരിക്കുന്നത്. എന്നാൽ പിൻറ്റേഴ്സ് ഓഡ് അങ്ങനെ അല്ല. ഷോർട്ടർ ദാൻ പിൻഡാരിക് ഓഡ്. പിൻഡാരിക് ഓഡിൻ്റെ അത്രയും ലെങ്ത് ഹൊറേഷ്യൻ ഓഡിന് ഉണ്ടാവാറില്ല. Then example, Marvell's and Horatian ode upon Cromwell's return from Ireland
then kids, odd to autumn. ഇതൊക്കെയാണ് autumns ഇല്ല, autumnേ ഉള്ളൂ, odd to autumn. ഇതാണ് about Horatian odd. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. It's about odd. Mainly it's divided into two types of odds we can see. One is Horatian odd and the other one Pindaric odd. അപ്പോൾ Horatian oddന് വേറെ ഡിവിഷൻസ് ഒന്നും ഇല്ലെങ്കിലും Pindaric oddന് 2 ഡിവിഷൻസ് വരുന്നുണ്ട്. ഒന്ന് റെഗുലർ ഓഡ് ആൻഡ് ദ അതർ വൺ ഇറഗുലർ ഓഡ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്. പിന്നെ ആരാണ് അത് കൊണ്ടുവന്നത്, ഏതൊക്കെ റൈറ്റേഴ്സ് അത് ഫോളോ ചെയ്തിട്ടുണ്ട്, അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. താങ്ക് യു.